ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ദൈവം നമുക്ക് ആവശ്യമായ ദൈവിക ധ്യാനങ്ങളും നൽകി തന്നു തന്നെയാണ് കർത്താവ് നമ്മളെ വഴി നടത്തുന്നത്. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. 10-ാം വാക്യം ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 4-ാം അധ്യായം കൊണ്ട് ഫിലിപ്പി ലേഖനം അവസാനിക്കുകയാണ്. 23 വാക്യങ്ങളേ ഉള്ളൂ. ഇനിയും 10 മുതൽ 23 വാക്യങ്ങൾ, ചുരുക്കം ചില വാക്യങ്ങൾ, അതിലെ പ്രധാനമായ എല്ലാ ഭാഗങ്ങളും ദൈവം തന്ന കൃപയ്ക്കൊത്തോടെ നമുക്ക് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പുറകോട്ട് കുറിച്ച് നോക്കൂ എപ്പോഴാണ് നമ്മൾ ഫിലിപ്പി ലേഖനം ആരംഭിച്ചെന്നുള്ളത്. ഞാൻ ചില സമയങ്ങളിൽ ഡേറ്റ് എഴുതാൻ മറന്നുപോയതൊന്നും കൺഫ്യൂസ് ആകാറുണ്ട്. നമ്മൾ പെയ്യെ പഠിച്ചാണ് പോകുന്നത്. 21/11/2023 ഫിലിപ്പി ലേഖനം പഠിക്കാൻ തുടങ്ങിയത്. അപ്പം 21/11/2023 നവംബർ മാസത്തിൽ, കഴിഞ്ഞ നവംബറിൽ. അപ്പൊ ഇപ്പം നമുക്ക് ഇത്രയും സെപ്റ്റംബർ മാസമായി നമ്മൾ വളരെ കൊച്ചു ലേഖനമാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങൾ, ചെറിയൊരു വാക്യങ്ങൾ എടുത്ത് അങ്ങനെ ചിന്തിച്ചാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഫിലിപ്പി ലേഖനം വേണേ ചിന്തിച്ച് പറഞ്ഞു നിർത്താം. എന്നാൽ ദൈവം നമുക്ക് ക്രമേണയായി ഓരോ പോർഷൻസ് ചിന്തിപ്പാൻ തരുന്ന ദീർഘമായ സമയങ്ങൾ അതൊരിക്കലും നമുക്ക് പ്രയോജനമില്ലാതെ പോകുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിയാൻ നമുക്ക് ആവശ്യമായത് സംഗ്രഹിപ്പാനും കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. ഇന്ന് രാത്രിയിലും ഫിലിപ്പി ലേഖനം 1 മുതൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ ചിന്തിച്ചു തുടങ്ങിയത്. ഈ ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നില്ലെങ്കിൽ ഏകദേശം 10 മാസങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് ഒത്തിരി അനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചിരുന്നു. പ്രധാനമായും ഫിലിപ്പി ലേഖന കർത്താവിലുള്ള സന്തോഷത്തെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി എന്താണ്, എങ്ങനെയാണ് കർത്താവ് അത് പണിതെടുക്കുന്നതെന്ന് നമ്മളെ വിധത്തിൽ അതൊക്കെ നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു. കർത്താവിലുള്ള സന്തോഷം എങ്ങനെയാണ് നമ്മുടെ ബലമായി അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയായി സേഫ് ഗാർഡായി തീരുന്നതെന്നൊക്കെ ചിന്തിപ്പാൻ നമുക്ക് കൃപ ചെയ്തു. എപ്പഫ്രോദിത്തുസിനെ കുറിച്ച് ചിന്തിപ്പാൻ ഈ ലേഖനത്തിൽ നമുക്ക് കൃപ ചെയ്തു. അതുപോലെ തന്നെ ക്രൂശിന്റെ ശത്രുക്കൾ ആരാ, മിത്രങ്ങൾ ആരാ എന്ന് നമുക്ക് ആഴമായി ചിന്തിപ്പാൻ ഫിലിപ്പി ലേഖനമാണ് മുഖാന്തരമായി തീർന്നത്. അതൊക്കെ നമ്മുടെ പല ചിന്തകൾക്കും അപ്പുറമായി ദൈവം നമ്മളോട് ഇടപെടുവാൻ കാരണമായി തീർന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത് എന്താണെന്നും കഴിഞ്ഞ നാളിൽ ഏറ്റവും അഭിമാനമായി കരുതിയതിനെ ഏതുമില്ലെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൽ കണ്ടെത്തിയിരിക്കുന്ന അഭിമാനവും ആനന്ദവും സന്തോഷവും പുകഴ്ചയും വളരെ വ്യക്തമായി തന്നെ ലക്ഷ്യം വെക്കുന്ന എന്താണെന്നും അതേ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നടന്നെടുക്കണമെന്നും അപ്പോസ്തലനായ പൗലോസിന്റെ ആ വാഞ്ച ഈ ലേഖനത്തിലുടനീളം കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ചിന്തിപ്പാൻ ഇടയാക്കി. പുനരുത്ഥാനത്തിന്റെ ശക്തിയെക്കുറിച്ച് എന്ത് ആണ് കർത്താവ് നമ്മളെ ലക്ഷ്യം വെക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളൂ, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കർത്താവിൽ നമ്മൾ ഏക ചിന്തയോടിരുന്ന് ദൈവസഭയില് എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ സൗമ്യത വെളിവാകേണ്ടത്. ആ സൗമ്യത എന്ന് പറയുമ്പോൾ അതിന്റെ പ്രായോഗികത എന്താണ്? നാം എല്ലാത്തിനും മൗനമായിരിക്കുന്നതാണോ സൗമ്യത, അതോ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ പെരുമാറ്റമാണോ സൗമ്യത എന്ന് ആഴമായി ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് എവിടെ എത്തി നമ്മൾ 4-ാം അധ്യായത്തിൽ ചിന്തിച്ചു വന്നിട്ടാണ് കർത്താവിന്റെ സന്തോഷത്തെ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുള്ള ആവർത്തനം എത്രമാത്രം ശക്തമാണ്. അപ്പോസ്തലനായ പൗലോസ് അത് ആവർത്തിച്ചു പറയുന്നത്. എനിക്കതിനകത്തൊരു മടുപ്പുമില്ല. അത്രമാത്രം ക്രിസ്തുവിലുള്ള സന്തോഷം എന്റെ ജീവിതത്തിന്റെ ആനന്ദമാണെന്ന് അനുഭവമാക്കിയ മനുഷ്യൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിൽ ആകുലപ്പെടുവാൻ, വിചാരപ്പെടുവാൻ ഒട്ടനവധി ചിന്തകൾ ഉണ്ടായിട്ടും അപ്പോസ്തലനെ സംബന്ധിച്ച് വിചാരപ്പെടുവാൻ ഒട്ടനവധി ഒരു കലാരൂപത്തിലെ മനസ്സിങ്ങനെ ക്ഷീണിച്ച് ഹൃദയം മുഴുവനും ഭാരങ്ങളാൽ നിറഞ്ഞ് വേറൊന്നും ചിന്തിക്കാൻ കഴിയാതെ വണ്ണം പലതും ചിന്തിക്കാൻ ഇടയാകുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെ ദൈവം പൗലോസിനെ കടത്തിവിട്ടത്. എന്നിട്ടും അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠാകുലര് ആകരുത്. ഉത്കണ്ഠാകുലരാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഉള്ള മനുഷ്യൻ എന്ത് റിലീസാകും, ഇനി എനിക്ക് ഇവരെ മുഖാമുഖമായി കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ മിനിസ്ട്രി കഴിഞ്ഞ നാളുകളെ പോലെ തുടരാൻ പറ്റുമോ, ഒന്നും അറിയില്ല, ഒരു വ്യക്തതയില്ല. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം നല്ല ദൃഢമാണ്. റിലീസിനെ കുറിച്ച് വ്യക്തതയില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾ
എങ്ങനെയാണ് അത് നാളെ ബാധിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തയില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, നാളുകളിൽ വരാൻ പോകുന്ന എന്റെ ജീവിതത്തിന്റെ നല്ല സാഹചര്യമല്ല കർത്താവിലുള്ള സന്തോഷത്തിലേക്ക് എന്നെ നയിക്കുന്നതെന്നും കർത്താവിനുള്ള എന്റെ ആനന്ദവും പ്രത്യാശയും ഒന്നും നാളെ ഞാൻ പ്രതീക്ഷിക്കുന്ന ദിനത്തിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തുമ്പോൾ ഉരുവാകുന്നതല്ല കർത്താവിലുള്ള സന്തോഷം. പിന്നെയോ ഇന്നലകൾ ദൈവം നടത്തിയതിനെ കുറിച്ചും ഇന്ന് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലവും സുരക്ഷിതത്വവും കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം കർത്താവ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം. ഇന്നത്തെ ആത്മീയ തലമുറയ്ക്ക് നഷ്ടമായി പോയതാണ്. ദൈവം അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നു അല്ല അവർക്ക് ബോധ്യം, ദൈവം അവർക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളതാണ് അവരുടെ മുമ്പിൽ ഒരു വലിയ ലിസ്റ്റായിട്ട്, ഒരു വലിയ എന്തുകൊണ്ട് പരിതാപത്തിന്റെ പട്ടികയായി അവർ നിരത്തി വെക്കുന്നത് ദൈവം അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതല്ല. ആത്മീകമായ വീണ്ടെടുപ്പിനെ കുറിച്ചോ ആത്മാവിന്റെ വിശുദ്ധീകരണത്തെ കുറിച്ചോ ദൈവം അവർക്ക് ഈ ഭൂമിയിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ആത്മരക്ഷ അവർക്ക് നൽകി കൊടുത്തോ, ദൈവമക്കളെന്ന പദവി നൽകി കൊടുത്തോ, ആ പദവിയിൽ അവരെ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഓരോ ദിവസവും അതിശയമായി നടത്തുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല ഇന്നത്തെ ആത്മീയ തലമുറ ഇന്ന് പേർ പറയുന്നവർ ചിന്തിക്കുന്നത്. മറിച്ച് ദൈവം മറ്റുള്ളവരെ വെച്ച് തങ്ങളെ താരതമ്യം ചെയ്തിട്ട് മറ്റുള്ളവർക്കുള്ളത് ഞങ്ങൾക്കില്ലല്ലോ, ഇപ്രകാരം ആണോ ഞങ്ങളെ നടത്തുന്നുള്ള പരിതാപകരവും പരിഭവമായ ചിന്തകളാണ് ഇന്നത്തെ തലമുറയെ കടന്നാക്രമിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായ അപ്പോസ്തലനായ പൗലോസിന് നിലകൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത വിജയമായി അദ്ദേഹം കണക്കാക്കുന്നു. അങ്ങനെ ജയാളികളായി ഫിലിപ്പിയൻ ചർച്ചും തീരേണ്ടതിനാണ് ഈ ലേഖനത്തിലൂടെ മാറി മാറി ഉപദേശിക്കുന്നതും പ്രബോധിപ്പിക്കുന്നു. ജയമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അവൻ ആഗ്രഹിക്കുന്നത് ദൈവം നൽകി കൊടുക്കുകയും അവൻ പ്രതീക്ഷിക്കുന്ന ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനപ്പേര് ലഭിക്കുകയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വിശാലത അനുഭവിക്കുമ്പോഴല്ല ഒരു ദൈവത്തിന്റെ വിജയം. പിന്നെയോ ദൈവം അവനെ ഏത് ജീവിത സാഹചര്യം കടത്തിവിടുന്നോ അവിടെ അവൻ ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ആനന്ദവും സംതൃപ്തിയും സമാധാനവുമാണ് ഒരു ദൈവത്തിന്റെ വിജയം. അത് കണ്ടെത്താൻ കഴിയണമെങ്കിൽ ക്രിസ്തുയേശു ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകുള്ളൂ. ക്രിസ്തുയേശു വസിക്കാത്രത്തോളം കാലം ഈ ഭക്തിയൊക്കെ ഒരു പ്രകടനമായി പോകും. ഈ ഭക്തിയൊക്കെ ഒരു എന്തുകൊണ്ട് ആദായ സൂത്രമായി തോന്നും. ഈ ഭക്തിയൊക്കെ എന്തൊക്കെയോ നേടാനുള്ള ഒരു മാർഗമായി പോകും. എന്നാൽ യഥാർത്ഥമായും ക്രിസ്തുയേശുവിൽ വസിക്കുന്നവർക്കറിയാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അതിന് മുമ്പത്തെ ആഴ്ച ചിന്തിച്ചു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠാകുന്നതാരെന്ന് പറയുമ്പോൾ ഒരാൾക്കും ധൈര്യമില്ല. അപ്പോസ്തലന്റെ മുമ്പിൽ നിന്ന് താങ്കൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യത, താങ്കൾക്ക് അറിയാമോ ഉത്കണ്ഠ എന്താണെന്ന്, താങ്കൾക്ക് അറിയാമോ വിചാരം എന്താണെന്ന് ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. കാരണം ഉത്കണ്ഠാകുലനാകുവാനുള്ള സകല സാധ്യതകളുടെ അവസരങ്ങളുടെയാണ് അപ്പോസ്തലൻ കടന്നു പോകുന്നത്. ഇന്ന് രാത്രി ഒരു മനുഷ്യർക്കും ചോദിപ്പാൻ കഴിയാതെ വണ്ണം അപ്പോസ്തലനെ ദൈവം അങ്ങനെ കടത്തിവിട്ടത് എത്ര ശ്രേഷ്ഠമാണ്. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം വലിയ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു ചിന്ത കടന്നു വരും, മറ്റാർക്കും ഈ ഒരു പ്രയാസമില്ല, മറ്റാർക്കും ഈ ഒരു ബുദ്ധിമുട്ടില്ല, ഞാനാണ് ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്നത്, എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല, എന്റെ പ്രശ്നമാണ് ഏറ്റവും സങ്കീർണമായിരിക്കുന്നത്, ഞാൻ നേരിടുന്ന സമ്മർദ്ദമാണ് ഏറ്റവും കഠിനമായിരിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ഭാരമാണ് ഏറ്റവും വലുത്, മറ്റാരും എന്റെ ജീവിതത്തിൽ ആശ്വസിപ്പാൻ ആർക്കും കഴിയത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആർക്കാണ് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കഷ്ടങ്ങളിൽ നാം പ്രാപിക്കുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആശ്വാസം കൊണ്ട് ഏതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. അതിന് ആ വ്യക്തി അനുഭവിച്ചതിന് തുല്യമായ കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നില്ല. ഒരു വ്യക്തിക്ക്, ഒരു ദൈവവൈതലിന്, ദൈവസഭയിലെ ഒരു വ്യക്തി, ഒരു അംഗത്തിന് നമ്മൾ ആശ്വാസമായി തീരാൻ ആ വ്യക്തി അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും നമ്മൾ അനുഭവിക്കണം നിർബന്ധമില്ല. ആ വ്യക്തി നേരിടുന്ന എല്ലാ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ആശ്വാസമായി തീരാവുന്നതിന് അർത്ഥമില്ല. മറിച്ച് ദൈവം നമ്മെ കടത്തിവിടുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഹൃദയം കഠിനമാകാതെ ദൈവത്തിനുള്ള ആശ്വാസം എനിക്ക് വേണം, ആ ആശ്വാസം കൂടിയേ തീരുവെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവവൈതലും ദൈവിക ആശ്വാസം പ്രാപിച്ചിട്ട് മറ്റു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പാൻ ദൈവരെ പ്രാപ്തരാകും. എല്ലാവർക്കും ഈ ജീവിതയാത്രയിൽ എല്ലാം തത്തുല്യമായി അനുഭവിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ വഴിയിലൂടെ നമുക്ക് കടന്നു പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ്, ദൈവം നമ്മളെ കടത്തിവിടുന്ന ജീവിത സാഹചര്യങ്ങളിൽ നാം വിശ്വസ്തയോടെ ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അവന്റെ സമാധാനത്തിനായി വാഞ്ചിക്കുകയും ആശ്വാസനായി ദാഹിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ആശ്വാസം ആര് കൈക്കൊണ്ടിട്ടുണ്ടോ അവരുടെ ജീവിതം വ്യർത്ഥമായി പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. അവരെ ശുശ്രൂഷയ്ക്ക്, ശുശ്രൂഷയാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു മിനിസ്ട്രിക്കായി ദൈവം അങ്ങനെയുള്ളവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഈ രാത്രിയിൽ ഈ ദൈവന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നതാണ്, ഞാൻ ഒരാൾ മാത്രം ആശ്വസിക്കുന്നതിനായി തീരണം, ഞാൻ ഒരാൾ മാത്രം പ്രബോധിപ്പിക്കുന്നതിനായി തീരണം, ഞാൻ ഒരാൾ മാത്രം ഏറ്റവും കഷ്ടം സഹിക്കുന്നതാണ്, എന്നെ പോലെ ആര്. അപ്പോസ്തലൻ എത്ര വട്ടം എഴുതാമായിരുന്നു,
നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് വല്ലതും അറിയാമോ എന്റെ പ്രയാസം എന്താണെന്ന്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുമോ? എന്നെ പോലെ ക്ലേശം നേരിടുന്ന ഒരാളില്ലെന്ന് പറഞ്ഞ് കഷ്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് താൻ വലിയവരാകാൻ ശ്രമിച്ചില്ല. പിന്നെയോ ആ കഷ്ടങ്ങളുടെ നടുവിലും ക്രിസ്തുവിന്റെ സമാധാനത്തെയും സന്തോഷത്തെയും സംതൃപ്തിയാണ് താൻ അത് ഏറ്റവും അധികമായി കാണിച്ചത്. ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലല്ല. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുമല്ല എന്റെ വ്യക്തിത്വം, ഞാൻ അനുഭവിക്കുന്ന സമൃദ്ധിയുമല്ല എന്റെ വ്യക്തിത്വം. എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, എന്റെ ക്രിസ്തീയ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ദൈവം അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യങ്ങളിലും അവനോട് മറുതലിക്കാതെ പിറുപിറുപ്പാതെ അവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വമാണ് നമ്മളിൽ വാർത്തെടുക്കപ്പെടേണ്ടത്. അതെ ആർക്കും എന്താ തള്ളിക്കളയാൻ പറ്റത്തില്ല, നമ്മളെ നിരസിക്കാൻ പറ്റത്തില്ല, നമ്മളെ ആർക്കും പ്രയോജനരഹിതരാക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാലും നമ്മൾ ഉപയോഗശൂന്യരാകത്തില്ല. ആരൊക്കെയാണ് ഉപയോഗശൂന്യരാകാത്തെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണോ തങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവിക ആശ്വാസവും സമാധാനവും കൈക്കൊണ്ട് ദൈവത്തിന്റെ സമാധാനം ഹൃദയങ്ങളിലും നിലവുകളിലും നിറയുന്നതിനോടൊപ്പം സമാധാനത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആരൊക്കെ യാത്ര ചെയ്യുന്നു അവരെ ഈ തലമുറയ്ക്ക് ആവശ്യമുണ്ട്, അവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവർ പ്രയോജനപ്പെട്ടിരിക്കും. അവർ എന്നും കർത്താവിന് വേണ്ടി നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു. അല്ല നാളെ എന്ന് പറഞ്ഞ് ഒരു ലോട്ടറി കച്ചവടക്കാരന്റെ വിൽപ്പന പോലെ വരാൻ പോകുന്ന ഒരു ദിനമാണ് എന്റെ ഭാഗ്യം, വരാൻ പോകുന്ന ഒരു ദിനമാണ് എന്റെ ഉയർച്ച, അന്ന് ലോകരുടെ മുമ്പിൽ ദൈവം എന്നെ മാനിക്കും എന്ന് പറയുന്ന നാളെയിലേക്ക് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സ്വപ്നം കണ്ടുകൊണ്ട് നാളെയിലേക്ക് നോക്കുന്നതല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതം. പിന്നെയോ നാളെ എന്നല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെയോ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീർന്നുകൊണ്ട് അവന്റെ വരവിനായി ഒരുങ്ങുന്നതാണ് ഒരു ദൈവത്തിന്റെ ലക്ഷ്യം. അവന്റെ വിജയം എന്ന് പറയുന്നത് അന്നന്ന് ദൈവം നടത്തുന്ന വഴികളിൽ തന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവികമായ ആ സംതൃപ്തിയാണ്. ആ സംതൃപ്തിയെ കുറിച്ചാണ് 10-ാം വാക്യം നമ്മൾക്ക് വിവരണം തരുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഒരു ദൈവഭക്തന് എങ്ങനെ തന്റെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിൽ സംതൃപ്തിയുള്ളവനായിരിക്കാം? ഇത് മനസ്സിലാക്കാനാണ് അപ്പോസ്തലൻ തുടർന്നുള്ള ഭാഗങ്ങൾ. വാസ്തവത്തിൽ അങ്ങനെ ഒരു സന്ദേശം ഇവിടെ വരണോന്ന് ചോദിച്ചാൽ താനൊരു കൺക്ലൂഡിങ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞിരുന്നു. ഫൈനലി ബ്രദറൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തലൻ 8-ാം വാക്യത്തിൽ 4:8 ഒരു വലിയ ആഴമേറിയ ഒരു കൺക്ലൂഡിങ് മെസ്സേജ്, എൻറിച്ച്ഡ് ആയിട്ടുള്ള, ഭയങ്കര സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ശക്തമായ ദൈവമക്കളുടെ എല്ലാവരുടെയും തോട്ട്സിനെ എവിടെ ഫിക്സ് ചെയ്യണമെന്നും അവരെല്ലാം എവിടെയൊക്കെ ലക്ഷ്യം വെക്കണമെന്നും അവരുടെ മൈൻഡിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്നും അവരുടെ തോട്ട്സ് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെന്നും അവരുടെ എയിം എവിടെയൊക്കെ വെക്കണമെന്നുമുള്ള ശക്തമായ ആഹ്വാനത്തോടു കൂടിയ വളരെ സ്പിരിച്വലി എൻറിച്ച്ഡ് ആയ സന്ദേശം കൺക്ലൂഷനായ അപ്പോസ്തലൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഒരു താങ്ക്സ് പറയാൻ ഒരുങ്ങുമ്പോൾ, നന്ദിക്ക് ഉള്ളൊരവസരം, കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഈ കത്ത് ആറിൽ കൊടുത്തു വിടുന്നുവോ? എപ്പഫ്രോദിത്തോസ് തന്റെ സഹപടനായ മനുഷ്യന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തു വിടുമ്പോൾ ആ കത്ത് കൊണ്ടുവന്ന എപ്പഫ്രോദിത്തോസ് തനിക്ക് എന്ത് നൽകി തന്നു എന്നുള്ളത് ഏറ്റവും അവസാനമാണ് പറയുന്നത്. ഏറ്റവും അവസാനം താൻ പരാമർശിക്കുന്ന കാര്യമാണ്. അതിനൊരു നന്ദി പറയുവാൻ തന്റെ തൂലിക ചലിപ്പിക്കുമ്പോൾ, അതും 10 തൊട്ട് ഉള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ, നന്ദി, നിങ്ങൾ എനിക്ക് അയച്ചു തന്ന എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ ധനസമാഹാരത്തിന്, അല്ലെങ്കിൽ ആ ധർമ്മശേഖരത്തിന്, ആ സമ്മാനത്തിന് നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് ലെറ്റർ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മഹത്വം അതിശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലേ? നാം പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ, അപ്പോസ്തലൻ ഒരു താങ്ക്സ് പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ചിന്തകൾക്ക് അതീതമായി തന്നെ ഉപയോഗിക്കുക. താങ്ക് യു ഫോർ യുവർ ലവിങ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായി ലെറ്റർ. അതിനപ്പുറമായി ഇനി ഒന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒടുവിൽ കൺക്ലൂഡിംഗ് മെസ്സേജ് പറഞ്ഞു, ഫൈനലി ബ്രദറൻ ആൻഡ് മൈ നൗ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വൺ ഫൈനൽ തിങ് എന്ന് 8-ാം വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതാണ് നമ്മുടെ മലയാളത്തിൽ ഒടുവിൽ സഹോദരന്മാരെ. എന്നിട്ടും തങ്ങളുടെ ഗിഫ്റ്റുകൾക്ക് നന്ദി പറയാൻ ഒരുങ്ങുമ്പോൾ അതുപോലും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഒരു മർമ്മം വെളിപ്പെടുത്തുക. അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 10-ാം വാക്യം, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി 4:10 വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു.
മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്ക് നമുക്ക് ഒരു കറക്ഷൻ ആവശ്യമായ ഒരു വേർഡാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. 12-ാം വാക്യം, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. 13-ാം വാക്യം എല്ലാവർക്കും അറിയാം. പക്ഷെ 13-ാം വാക്യം ആരും 10ഉം 11ഉം 12 ചേർത്ത് വെക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. 13-ാം വാക്യം അറിയാത്ത ഒറ്റ ദൈവവും ഇതിലില്ല. എന്താ 13-ാം വാക്യം? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും, ഈ വാക്യം ഈ ഭാഗത്തുനിന്ന് തന്നെ അടർത്തിയെടുത്തിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് എനിക്ക് ശക്തിയില്ലയോ അത് മുഴുവൻ ചെയ്യുവാൻ എനിക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ ആക്കി തീർക്കുന്നു. എന്താണ്? ദൈവം എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്നുള്ളതല്ല, എനിക്ക് ഈ ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ കൊണ്ട്, ക്രിസ്തുവിനെ ഉപാധിയെ മുഖാന്തരമായി വെച്ച്, അതിനാണ് ഞാൻ ഈ വാക്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയത്തില്ല. കാരണം അങ്ങനെ ഞാൻ ഉപയോഗിക്കാത്തത് നമ്മൾക്കൊരു ശീലമുണ്ട്. നമ്മൾ ബൈബിളിലെ വാക്യം സന്ദർഭത്തിൽ നടത്തിയെടുക്കത്തില്ല. നമ്മൾ അതിന്റെ മുൻപും പിൻപും കൂടെ വായിച്ച് അതിനോട് നീതി പുലർത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഒരു വാക്യം ധ്യാനിക്കത്തുള്ളൂ. ഈ ഭാഗം ആർക്കും അടർത്തിയെടുക്കാം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു, കർത്താവ് സകലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെയും ആശകളെയും നിറവേറ്റാനുള്ളതല്ല അപ്പോസ്തലന്റെ അപ്പോസ്തലന് കൂടെ തന്ന ദൈവിക മറവ്. മറിച്ച് ദൈവം അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിപ്പാനുള്ള സൂത്രവാക്യവും അതിലുള്ള ഇക്വേഷൻ, അതിലുള്ള ഫോർമുല ഏത്? നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ആയുധമന്യ വചനം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരു ഭക്തൻ ജീവിക്കുവാൻ, കീഴ്പ്പെട്ട് വിധേയപ്പെട്ടു കൊടുക്കുവാൻ അവന് ദൈവം കൊടുത്തിരിക്കുന്ന ശക്തിയേറിയ ഒരു ആയുധമാണ് ഈ വാക്യം. ഇത് മനസ്സിലാകണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം വായിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, അവർക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതെടുക്കുന്ന ഒരു ജീവിതമല്ല വേണ്ടത്. അവർക്ക് പെട്ടെന്നെല്ലാം പണിതെടുക്കണം. കർത്താവ് പറഞ്ഞ പോലെ അവർക്ക് ആഴെ കുഴിക്കാനൊന്നും വയ്യ. അടിത്തറയെ കുറിച്ച് അവര് ഡോണ്ട് കെയർ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് ഐ ഡോണ്ട് കെയർ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അപ്പോസ്തലൻ ഇവിടെ ഐ ഡോണ്ട് കെയർ പറയുന്നുണ്ട്. അതാണ് മലയാള പരിഭാഷയിലെ വിദ്വാൻമാർ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അവർക്ക് തോന്നി ഈ ഐ ഡോണ്ട് കെയർ എന്ന അപ്പോസ്തലൻ തന്റെ ജീവിത സാഹചര്യങ്ങളോട് പറയുന്നത് അവരൊന്ന് ആകമാനം വിലയിരുത്തിയിട്ട് അവർ മലയാളത്തിൽ കണ്ടെത്തിയ വാക്കാണ് അലംഭാവം. ആ വാക്കല്ല അവിടെ വരണ്ടേ. ഉള്ളതിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഉള്ള അവസ്ഥയിൽ 11-ാം വാക്യം അലംഭാവത്തോടിരിപ്പാൻ ഞാൻ, അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങളുടെ കൺസേൺ, അതാണ് ഈ നമ്മുടെ മലയാളത്തിൽ വിചാരപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹൗ ഐ പ്രൈസ് ദി ലോർഡ് ദാറ്റ് യു ആർ കൺസേൺഡ് അബൌട്ട് മീ അഗെയിൻ. ഈ കൺസേൺ ആണ് ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോണ്ടല്ലോ ഈ സെൽഫിഷ്നെസ് അങ്ങ് മാറും, ഈ പൊസസീവ്നെസ് അങ്ങ് മാറും. ഒരു ന്യൂ ക്രിയേഷന്റെ ഒരു ക്വാളിറ്റിയാണ് കൺസേൺ. വഴിയല്ല, അത് മുന്നേ പറഞ്ഞു തന്നു. ഇനി ഉത്കണ്ഠ നീങ്ങണം. പക്ഷെ അവിടെ മലയാളത്തിൽ എഴുതിക്കുന്ന വിചാരം ഉണ്ടായിരുന്നു, എന്നെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞ ഉത്കണ്ഠയല്ല. നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് കൺസേൺ ചെയ്തു. ആ കൺസേൺ ഒരു കെയർ ആയിട്ട് നിങ്ങൾ എപ്പഫ്രോദിത്തുസിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇവിടെ എന്തുകൊണ്ടാ പറ്റാത്തതെന്ന് അറിയാം പലർക്കും. കാരണം അവർക്ക് അവരുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ നേരമുള്ളൂ. അത് കഴിഞ്ഞിട്ടല്ലേ ശുശ്രൂഷകരെ കുറിച്ചോ കർത്താവിന്റെ വേലയിൽ ബുദ്ധിമുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ സഭയിൽ ക്ലേശം അനുഭവിക്കുന്നതൊക്കെ ചിന്തിക്കണമെങ്കിൽ ആദ്യം എന്ത് ചിന്ത മനസ്സിൽ നിന്ന് മാറണം? ഈ സെൽഫിഷ്നെസ്സും പൊസസീവ്നെസ്സും ഈ വറീസും ഹൃദയത്തിൽ നിന്ന് മാറിയാലേ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ, കൺസേൺ ഉണ്ടാകത്തുള്ളൂ. ഫിലിപ്പിയൻ ചർച്ച് ഒരു വറി ചർച്ച് അല്ലായിരുന്നു, ഒരു കൺസേൺ ചർച്ച് ആയിരുന്നു. ഫിലിപ്പിയൻ ചർച്ച് ഒരു സെൽഫിഷ് ചർച്ച് അല്ലായിരുന്നു.
ഫിലിപ്പിയൻ ചർച്ച് ഒരു സെൽഫിഷ്നെസ് ചർച്ചായി തീരാൻ അപ്പോസ്തലർ ആഗ്രഹിച്ചില്ല. അവർ അങ്ങനെ ആകാൻ ദൈവം അനുവദിച്ചില്ല. അവർ ശരിക്കും അത് ഒരു കെയറിംഗ് ചർച്ചായിരുന്നു. അവരൊരു പൊസസീവ് ഉള്ള ചർച്ചല്ലായിരുന്നു. പിന്നെയോ അവരൊരു പവർഫുൾ കീലിംഗ് ചർച്ചായിരുന്നു. മക്കതോന്യ സഭകളെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറയുമ്പോൾ അവർ വളരെ പാവപ്പെട്ടവരായെന്ന് എടുത്തു പറയുന്നുണ്ട്. ആരും ചിന്തിക്കരുത് ഒരു ജനറസ് ഗീവിംഗ് ഉണ്ടാകുന്നത് ഒരു പ്രോസ്പെറിറ്റി എന്നാണ് ചിന്തിക്കരുത്. ഒരു ജനറസ് ഗീവിംഗ് ഉണ്ടാകുന്നത് ഒരു ജനറസ് മൈൻഡിൽ നിന്നാണ്, ഒരു ഹൃദയ വിശാലതയിൽ നിന്നാണ് വിശാലമായ കൊടുക്കൽ ഉണ്ടാകുന്നത്. അല്ലാതെ വിശാലമായ ഒരു സാഹചര്യത്തിൽ നിന്നല്ല വിശാലമായി കൊടുക്കാൻ കഴിയുന്നത്. ഇത് മാസിഡോണിയൻ ചർച്ചസ്, മക്കതോന്യ സഭകൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിലൊരു സഭയാണ് ഫിലിപ്പിയൻ ചർച്ച്. ഞായറാഴ്ച കർത്തദാസ് നമ്മളോട് ആ ഭാഗങ്ങൾ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഫിലിപ്പിയൻ ചർച്ചിന്റെ ആ ഹിസ്റ്ററി കേട്ടപ്പോ നമ്മൾ എത്ര വട്ടം വായിച്ചിട്ടുള്ള ഈ ലേഖനം പഠിക്കുന്നത്, നമ്മൾ എത്ര വട്ടം അത് വായിച്ച ചില ദിവസങ്ങൾ പാർത്തു. പക്ഷെ ഞാൻ അന്ന് നേരത്തെ ഞാൻ ദൈവമക്കളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മൾ ഫിലിപ്പിയൻ ലേഖനം 10 വട്ടം പഠിച്ചാലും 100 വട്ടം പഠിച്ചാലും നമ്മുടെ ജീവിത അവസാനം വരെ പഠിച്ചാലും ഏത് ലേഖനം പഠിച്ചാലും അതിന്റെ എത്രയോ കാര്യങ്ങൾ ഇനിയും നമുക്ക് വെളിപ്പെടാനുണ്ട്, നമുക്ക് മനസ്സിലാകാനുണ്ട്. നമ്മൾ 1 വർഷമല്ല 10 വർഷം എടുത്ത് പഠിച്ചാലും ദൈവവചനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി നമുക്ക് ലഭിക്കത്തില്ല. അന്നെന്നുള്ളത് ലഭിക്കത്തേ ഉള്ളൂ. ഞായറാഴ്ചയാണ് നമുക്ക് മനസ്സിലായത് മാസിഡോണിയൻ കോളിങ്ങിനകത്ത് ഇത്ര ലിമിറ്റഡ് ടൈമേ ഉള്ളായിരുന്നുള്ളത്. ഞാൻ വിചാരിച്ചു വെച്ചത് മാസിഡോണിയൻ കോളിങ്ങിനകത്ത് ഒരു എക്സ്റ്റെൻഡഡ് ടൈം അവർക്ക് കൊടുത്തിരുന്നു, ഒരു വളരെ അധിക സമയം കൊടുത്തിരുന്നു. പക്ഷേ ഫ്യൂ ഡേയ്സേ അവർക്ക് ഫിലിപ്പിയിൽ താമസിക്കാൻ പറ്റുള്ളൂ, അത് തെസ്സലോനിക്കയിൽ താമസിക്കാൻ പറ്റുള്ളൂ. പ്രതിസന്ധികൾ ഉണ്ടായി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവം അയക്കുന്നിടത്ത് നമ്മൾ പോയാൽ അവിടെ ചില ദിവസങ്ങളാണെങ്കിലും കുറെ ദിവസങ്ങളാണെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്ന അടിത്തറകൾ ഇടുവാൻ, ദൈവം ഉദ്ദേശിക്കുന്ന പണിയുടെ അടിസ്ഥാനങ്ങൾ ഇടുവാൻ ദൈവം ശക്തനാ. കാരണം പണിയുന്ന ദൈവമാണ്, ക്രിസ്തുവാണ് മൂലക്കല്ല്. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നത്തെ ആത്മീയ തലമുറയ്ക്ക് വേഗത്തിൽ പണിയണം. അതുകൊണ്ട് അവർക്കുണ്ടല്ലോ, അവർക്കൊരു വേഗത്തിലുള്ള അടിസ്ഥാനം വേണം. അപ്പോസ്തലൻ പറയുന്നത് ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ കെയർഫുള്ളാ, പക്ഷെ ജീവിതത്തിലൊരു സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ അത്ര കെയർ ചെയ്യത്തില്ല. എന്റെ ജീവിതത്തിലെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ അത്ര മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ എന്റെ ലൈഫിന്റെ ഫൗണ്ടേഷൻ, ക്രിസ്ത്യൻ ലൈഫിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ച പോലെ തന്നെ ആകണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ് അപ്പോസ്തലൻ. അതുകൊണ്ട് അതാണ് വ്യക്തമായി യേശു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നാം സാരമെന്ന് എണ്ണേണ്ടത് നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളല്ല, നാം നിൽക്കുന്ന അടിസ്ഥാനത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് നേരെ അടിക്കുന്ന പ്രശ്നങ്ങളെ ഏതുമില്ലാതാക്കാൻ നാം നിൽക്കുന്ന അടിസ്ഥാനത്തിന് കഴിയും. നാം നിൽക്കുന്ന ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് നേരെ വലിയ കാറ്റടിക്കണമെന്നില്ല, ചെറിയ കാറ്റടിച്ചാലും മതി, നാം വാടി വീഴും. എന്നാൽ നമ്മുടെ ഫൗണ്ടേഷൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് ആൻഡ് ഫേം ആണെങ്കിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും നാം അത് ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നത്തെ ഇൻസ്റ്റന്റ് ജനറേഷൻ എല്ലാം ഉടനടി വേണമെന്നുള്ള ഫുഡിന്റെ കാര്യത്തിലും പ്രേയറിന്റെ കാര്യത്തിലും അതിന്റെ റിസർച്ചിന്റെ കാര്യത്തിലും ഫാസ്റ്റിങ്ങിന്റെ കാര്യത്തിലും സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിലും എല്ലാത്തിലും ഒരു ഇൻസ്റ്റന്റ് ഡെലിവറൻസിനായി ഓടുന്ന തലമുറയ്ക്ക് പോടാൻ നാം നിന്ന് കൊടുക്കരുത്. നമുക്ക് ഇൻസ്റ്റന്റ് ഡെലിവറൻസ് അല്ല വേണ്ടേ, നമുക്ക് സോളിഡ് ഫൗണ്ടേഷനാ വേണ്ടേ. അതിന്റെ നേരെ ആഞ്ഞടിക്കുന്ന ഏത് പ്രശ്നങ്ങളെ തടുക്കുവാൻ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഫൗണ്ടേഷന് കഴിയും. അത് ജീസസിന്റെ ചലഞ്ചാണ്. When he was concluding his message on കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷനിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നവൻ. അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം? അതെന്തുകൊണ്ട് ഈ ആരെ കുഴിച്ചെന്ന് പറയാൻ കാര്യം? കാരണം കേൾക്കുക എളുപ്പം, ഇച്ചിരി ടൈം ഈസിയാ, എളുപ്പോ. അത് കേട്ടു പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ ടൈം എടുക്കും. അതിനാണ് ഈ ആരെ കുഴിച്ചതെന്ന് പറയുന്നത്. ഒരു ഡീപ്പായിട്ട് ഒരു ഡെപ്തിലേക്ക് ഫൗണ്ടേഷൻ പോകണമെങ്കിൽ ടൈം എടുക്കും. അത് റോക്കാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി വീട് പണിയുന്നത് പറയുമ്പോൾ ടൈം എടുക്കും. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നതിന് സമയമെടുക്കും. പക്ഷെ മണൽമേൽ വീട് പണിയുന്നവരുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ they don't have time to put a solid foundation. എങ്ങനെ പറ്റൂ? ഞങ്ങൾക്ക് ഇത്രയൊന്നും സമയമൊന്നുമില്ല ഒരു വിഷയത്തിന്. സോളിഡ് ഫൗണ്ടേഷൻ ഒത്തിരി സമയം എടുക്കും. അതാ യേശു പറഞ്ഞേ. അതുകൊണ്ട് കർത്താവ് ഉപമിച്ചത് അത് ആഴെ കുഴിക്കണം. ഫൗണ്ടേഷൻ തന്നെ വലിയൊരു സമയം കൊടുക്കണം. അടിസ്ഥാനം ഇടാൻ തന്നെ ടൈം മാറ്റി വെക്കണം. അത് ആർക്കും കണ്ടാൽ ഇമ്പമല്ല. അത് ആകെപ്പാടെ കുഴിയും വെട്ടും, ഒന്നും മേളോട്ടില്ല, എല്ലാം താഴോട്ട് പോന്നു.
ഈ താഴോട്ട് പോകുന്ന പണി ആരെങ്കിലും അവഗണിച്ചാൽ ഓർത്തോണം, അവൻ അധിക നാൾ മുകളിൽ നിൽക്കത്തില്ല. പക്ഷെ താഴോട്ട് പോകുന്ന പണിയെ ആരൊക്കെ ഗവനിക്കുന്നുണ്ടോ അവനാണ് നിലനിൽക്കുന്നത്. ഇത് യേശു വ്യക്തമായി പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. പക്ഷെ ഇൻസ്റ്റന്റ് ഡെലിവറൻസ് വേണ്ട ന്യൂ ജനറേഷന്, ഇന്നത്തെ തലമുറയ്ക്ക് അവര് പറയും ഇൻസ്റ്റന്റ് ഡെലിവറൻസിനാണ് ഇമ്പോർട്ടൻസ്, അല്ല സോളിഡ് ഫൗണ്ടേഷൻ അല്ല. നമുക്ക് എന്തിനാ ഇമ്പോർട്ടൻസ്? എന്താ ഈ സോളിഡ് ഫൗണ്ടേഷൻ ഉള്ളവർക്ക് ഇൻസ്റ്റന്റ് ഡെലിവറൻസ് കിട്ടത്തില്ലേ? ആഴെ കുഴിക്കുന്നവർക്കൊന്നും ഉടനടി ദൈവം ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഇൻസ്റ്റന്റ് ഡെലിവറൻസും അല്ല, നാം പറയുന്ന പോലെ കാത്തിരുന്നുള്ളതും ഒക്കെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം തീരുമാനിക്കട്ടെ അതെപ്പോൾ ഏത് സമയത്ത് ചെയ്യണമെന്ന്. അതിന്റെ ഓപ്ഷൻ ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ സോളിഡ് ഫൗണ്ടേഷന്റെ ഓപ്ഷൻ നമ്മുടെ കയ്യിലാണ്. അത് മണൽമേൽ പണിയണോ അത് പാറമേൽ പണിയണോ, അത് യേശു വ്യക്തമായി പറഞ്ഞു. ഞാനത് ഈ ഭാഗത്ത് ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. കാരണം ദൈവസഭയുടെ ക്വാളിറ്റി ഇവിടെ ഓർപ്പിച്ചു. ഫിലിപ്പിയൻ ചർച്ച് ഒരു കൺസേൺ ഉള്ള ചർച്ചായിരുന്നു. തങ്ങളുടെ ഫാമിലിയെ കരുതുക മാത്രമല്ല, തങ്ങളുടെ ചർച്ച് ഫാമിലിയെ കരുതുക മാത്രമല്ല, കേട്ടോണം, തങ്ങളുടെ ചർച്ച് ഫാമിലി ഒന്നിച്ച് മറ്റൊരു ചർച്ചിനെ കരുതുന്ന ചർച്ചായിരുന്നു ഫിലിപ്പിയൻ ചർച്ച്. എന്റെ കുടുംബത്തെ, എന്റെ സഭ തീർന്നില്ല, അതിനപ്പുറമായി ഫിലിപ്പിയൻ ചർച്ച് ഒരുമിച്ച് തങ്ങളുടെ വിശ്വാസിയായ ശുശ്രൂഷകനായ എപ്പഫ്രോദിത്തോസിനെ വിളിച്ചിട്ട് എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ ഒരു ധർമ്മശേഖരം കൊടുത്തിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമാ കാരാഗൃഹത്തിലായിരിക്കുന്നു, അവിടെ കയച്ച് അതിന് ഈ സമയത്ത് അപ്പോസ്തലന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്, കൂടെയുള്ളവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കരുതി ആ സഹായവുമായി എപ്പഫ്രോദിത്തോസ് ആരുടെ അതാ ഞാൻ ഓൾറെഡി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിരുന്നു, ആവർത്തിച്ചിരുന്നു. എങ്കിലും സമയങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, 11/2023 ആരംഭിച്ച ഒരു ക്ലാസ് 10ാം മാസത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഓർക്കുക എന്ന് എനിക്കറിയാം. എനിക്ക് തന്നെ അത് പ്രയാസമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ആവർത്തിക്കട്ടെ. ഇങ്ങനെ എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയൻ ചർച്ചിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് റോമാ കാരാഗൃഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലന്റെ അടുക്കലേക്ക് ഈ സഹായമായി വരുന്നതാണ് അത് ഈ ലെറ്ററിന്റെ ഫിലിപ്പിയൻ ചർച്ചിന്റെ ലെറ്ററിന്റെ സന്ദർഭം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫിലിപ്പിയൻ ചർച്ചിന്റെ ലെറ്റർ ഇങ്ങനെ അവസാനിപ്പിക്കാമായിരുന്നു. എപ്പഫ്രോദിത്തോസ് ഇവിടെ എത്തി, താങ്ക് യു ഫോർ യുവർ ഗിഫ്റ്റ്, മേ ഗോഡ് ബ്ലെസ് യു. അത്ര തീരാനുള്ള ഫിലിപ്പിയൻ ചർച്ചിന്റെ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൽ കൂടുതൽ എഴുതേണ്ട കാര്യം. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അവർ അപ്പോസ്തലനെ കുറിച്ച് കൺസേൺ ആയപ്പം അപ്പോസ്തലന്റെ കൺസേൺ എന്ന ഈ ലേഖനം മുഴുവൻ തങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ സഭ കൺസേൺ ആയപ്പോൾ അപ്പോസ്തലൻ അവരുടെ ആത്മീകമായ കാര്യങ്ങളിൽ അധികം കൺസേൺ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീകമായ കൺസേൺ ഉള്ളവർക്ക് മാത്രമേ ആത്മീക ദൂതുകൾ കൈമാറാൻ പറ്റത്തുള്ളൂ. ആത്മീകമായി ബലപ്പെടുന്ന ഒരു സഭ അവിടെ കൊണ്ട് നിൽക്കാതെ സാമ്പത്തികമായി അവർ റിച്ച് ആയതുകൊണ്ടല്ല, കൊടുക്കാനുള്ള മനസ്സിൽ അവർ റിച്ച് ആയിരുന്നു. കൊടുക്കാനുള്ള സമ്പത്തിലല്ല റിച്ച്, കൊടുക്കാനുള്ള മനസ്സിൽ അവർ റിച്ച് ആയിരുന്നുകൊണ്ട് ആ ധർമ്മശേഖരവുമായി എപ്പഫ്രോദിത്തോസ് എത്തുമ്പോൾ അപ്പോസ്തലന്റെ മനസ്സ് നിറയെ ഈ സഭയോടുള്ള ആത്മീക കൺസേൺ ആയിരുന്നു. അവർ നിലനിൽക്കുന്ന വിധം. എന്നിട്ട് ഒടുവിലത്തെ വാചകത്തിൽ വരുമ്പോഴാണ് സാമ്പത്തികമായി സഹായിച്ചതിന് താങ്ക്സ് പറയാനൊരുങ്ങുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതിന്റെ അർത്ഥം ഇതാണ്: ഈ ചർച്ച് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ചർച്ച് മാത്രമല്ല, ഇവർ സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിരുന്നു. നമുക്ക് കുറച്ച് കൊടുത്തേക്കാം. ആത്മീയമായി നിൽക്കാൻ പറ്റത്തില്ല, ആത്മീയമായി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് ദൈവസഭയിൽ പഠിപ്പിക്കുമെന്നൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വിശുദ്ധിയോടെ അത് സെറ്റപ്പാട്ടായി പലതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാ, ഞാൻ പഠിക്കുന്ന ഒരാളാ, ഞാൻ കോളേജിൽ പോകുന്ന ഒരാളാ, ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന ഒരാളാ, ഞാൻ സമൂഹത്തിൽ നിലയുമുള്ള ഒരാളാ, എനിക്ക് സെറ്റപ്പാട്ടാകാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഹോളിനെസ് വിശുദ്ധി ഒന്നും കാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ ശമ്പളത്തിന്റെ എന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ സഭയ്ക്ക് കൊടുത്തേക്കാം. സഭയ്ക്കുമല്ല, സഭയ്ക്ക് അപ്പുറം കൊടുത്തേക്കാം. ലൈഫ് കൊടുക്കാൻ പറ്റാത്ത ഒരു കൺസേൺ അപ്പോസ്തലന് വേണ്ട. If you are ready to give your life, he is ready to accept your gift. If you are not ready to give your life, he doesn't want your gift. അത് ദൈവമക്കൾ നന്നായി ഓർത്തോണം. ജീവിതം കൊടുക്കാൻ പറ്റാത്തതിനുള്ള പകരം വെപ്പലല്ല ഗിഫ്റ്റ്. ജീവിതം കൊടുത്തവന്റെ അടുത്ത സ്റ്റെപ്പാണ് തങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കുക. ഈ ഭാഗം ഇറ്റ്സ് റിയലി നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ സഭയായിട്ട് നമുക്ക് നമ്മളെ ഒന്ന് ശോധന കഴിക്കാം, വ്യക്തിപരമായി നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാം, ഒന്ന് എക്സാമിൻ ചെയ്യാം.
നമ്മൾ എങ്ങനെയാ കൺസേണിന്റെ കാര്യത്തിൽ, കെയറിന്റെ കാര്യത്തിൽ, ഫൗണ്ടേഷന്റെ കാര്യത്തിൽ? അവസരം കിട്ടാത്തതുകൊണ്ടാണോ ചെയ്യാത്ത? അവസരം ഉണ്ടായിട്ട് മനസ്സിലാഞ്ഞിട്ടാണോ ചെയ്യാത്ത? അപ്പൊ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ. മുമ്പേ തന്നെ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ഇന്നത്തെ പോലെ ജിപേ അല്ല, ഗൂഗിൾ പേ അല്ല, QR കോഡ് സ്കാൻ ചെയ്ത് അയക്കാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല, അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു ധർമ്മശേഖരം ബാങ്ക് ട്രാൻസ്ഫർ അല്ല, കളക്ട് ചെയ്ത് അത് അവർ ആഗ്രഹിക്കുന്നിടത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്ക് ടൈം. ഇനഫ് ടൈം വേണം. ആള് സിക്കായി പോയാൽ അത് പ്രശ്നമാ. യാത്രകൾ ക്ലേശകരമാ, അവസരങ്ങൾ കിട്ടാൻ പാടാ. പക്ഷെ ഇന്ന് അവസരങ്ങളാണ് പറഞ്ഞ മനസ്സ് തീരെയില്ല. അന്നോ അവസരങ്ങൾ വളരെ ചുരുക്കം, മനസ്സ് വിശാലം. കരയാത്ര, കപ്പൽ യാത്ര, ദീർഘദൂര യാത്ര എല്ലാം ചെയ്തെങ്കിലേ എപ്പഫ്രോദിത്തോസിന് മറുവശത്ത് എത്താൻ പറ്റൂ, കൊടുക്കാൻ പറ്റൂ. പറയാ, സത്യത്തിൽ ഈ ഭാഗം, ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗം തന്നെ എഴുതാമായിരുന്നു അല്ലെ? ഞാനതാ പറഞ്ഞ, സ്പിരിച്വലി കൺസേൺഡ് ആയ ഒരു മനുഷ്യൻ അവരെ എങ്ങനെയാണ് സ്പിരിച്വലി എൻട്രി ചെയ്തത്. നമുക്ക് ഒന്ന് ചിന്തിക്കാം. അവസരങ്ങൾ പലതും വന്നിട്ടും മനസ്സില്ലാത്തവരാണോ നമ്മൾ, അതോ മനസ്സുണ്ടായിട്ട് അവസരം കിട്ടാത്തവരാണോ? നമ്മൾ ആരും വിധിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്, പരസ്പരം നമ്മ വചനം കേൾക്കുന്നത്. I have no right to judge you and you have no right. പക്ഷെ നമുക്ക് നമ്മെ തന്നെ ജഡ്ജ് ചെയ്യാൻ. അപ്പോസ്തലൻ പറയാണ്, എങ്കിലും അവസരം കിട്ടിയില്ല. 11-ാം വാക്യം ആ കൺസേൺ അവിടെ വെളിപ്പെടുത്തിയിട്ട്, വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോഴെന്നെ വീണ്ടും സഹായിക്കാൻ നിങ്ങളിലുണ്ടായ സന്മനസ്സിനായി ഞാൻ കർത്താവിൽ ഏറ്റവും ആനന്ദിക്കുന്നു. എന്നെ സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. നോ ഓപ്പർച്യൂണിറ്റി ബട്ട് എ ഗ്രേറ്റ് വില്ലിംഗ് ഹാർട്ട്. ഒരു അവസരമില്ല, പക്ഷെ ഹൃദയ വിശാലത ഭയങ്കരമാണ്. ഇനിയും അപ്പോസ്തലൻ പറയാണ്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, എന്റെ ഇല്ലായ്മ നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ളത് കൊണ്ട് സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ഈ വേർഡാണ് നമ്മുടെ മലയാളത്തിൽ വന്നപ്പോൾ ഒരു നെഗറ്റീവ് വേർഡിലേക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ? എന്താണ് ശരിക്കും അവിടെ വരേണ്ടത്? ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് ഇവിടെ അലംഭാവം എന്ന വാക്ക് വന്നത്? അങ്ങനെ ഒരു വേർഡ് മലയാളത്തിൽ അവിടെ ഉൾപ്പെടുത്താനുള്ള കാര്യം അപ്പോസ്തലൻ പറയുന്നു, എങ്ങനെയാണ് ഞാൻ പഠിച്ചേക്കുന്നത്? സംതൃപ്തി എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കുന്നത്? ഉള്ള അവസ്ഥയിൽ ഞാന് കണ്ടന്റ്മെന്റിലേക്ക്, പരാതിയും പരിഭവമില്ലാത്ത, നാളെ സ്വപ്നം കണ്ട് ജീവിക്കാത്ത, നാളെ എന്തൊക്കെയോ ഞാനൊരു മഹാസംഭവമായി തീരുമെന്നുള്ള ആശയം ജീവിക്കാതെ കർത്താവിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഹൃദയത്തിൽ കണ്ടെത്തുന്ന തൃപ്തി, അതാണ് സംതൃപ്തി, കണ്ടന്റ്മെന്റ്. എന്നിട്ട് 12-ാം വാക്യം പറയുകയാണ്, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും. ദുർഭിക്ഷതയിലായിരിക്കാനും സുഭിക്ഷതയിലായിരിക്കാനും എനിക്കറിയാം.
ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും, തൃപ്തനായിരിക്കാനും, വിശന്നിരിക്കാനും, സമൃദ്ധിയിലായിരിക്കാനും, ദാരിദ്ര്യത്തിലായിരിക്കാനും, എല്ലാ അവസ്ഥയിലും ജീവിക്കുന്നതിന്റെ രഹസ്യം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ സഹായത്താൽ സർവവും ചെയ്യാൻ ഞാൻ പ്രാപ്തനായി. ഇതുമായി എടുത്തിട്ട് സർവവും ചെയ്യാൻ ആരും ഒരു വേണ്ട നടക്കത്തില്ല. ഇവിടെ പറഞ്ഞ സർവവും എന്താ, മുകളിൽ പറയുന്നതാണ് ഇവിടുത്തെ സർവവും. എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ സഹായത്താൽ സർവവും ചെയ്യാൻ ഞാൻ പ്രാപ്ത. എന്താണ് ഈ സർവവും? എന്താണ് ഈ സർവവും? എന്താണ് ഈ സകലതും? എന്താണ് ഈ ഓൾ തിങ്സ്? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മുകളിൽ പറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തോട് മത്സരിക്കാതെ, പിറുപിറുക്കാതെ, ഹൃദയം കഠിനമാകാതെ, കർത്താവിൽ സന്തോഷിച്ചും ആനന്ദിച്ചും ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ, ഒരു സമാധാന ബന്ധത്തിൽ ഹൃദയത്തെ കൊണ്ടുപോകാൻ ഞാൻ ശീലിച്ചു. ഇതൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലോ ഒരു രാത്രി പ്രാർത്ഥനയ്ക്കോ ഉണ്ടാകുന്ന ഒരു കൃപയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ആ പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശീലിച്ചിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. ഒരു ട്രെയിനിങ് വേണം ഇതിന്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. If you want to be content in Christ, you need proper teaching and proper training. ഒരു ദൈവഭക്തന് ക്രിസ്തുവിൽ സംതൃപ്തിയോടിരിക്കണമെങ്കിൽ അതിനാവശ്യമായ ഉപദേശവും അതിനാവശ്യമായ പരിശീലനവും വേണം. അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭ്യമാകൂ. അതിന് യാതൊരു സംശയവുമില്ല. വിചാരപ്പെടണമെന്നുള്ള എല്ലാ തിയറിയും പഠിച്ചു, എന്ത് ചിന്തിക്കണം എന്നുള്ള തിയറി പഠിച്ചു, ആര് സമാധാനം തരുമെന്നുള്ളത് പഠിച്ചു. പക്ഷെ ക്രിസ്തുവിൽ വസിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ പഠിച്ച തിയറി എല്ലാം വ്യർത്ഥം. സംതൃപ്തനായിരിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു, അപ്പോസ്തലൻ പഠിപ്പിച്ചത് പഠിച്ചു. പക്ഷെ ക്രിസ്തുവിലൂടെ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഈ സംതൃപ്തി, സമാധാനം എങ്ങനെ ക്രിസ്തുവിലൂടെ കൈമാറുന്നോ അതുപോലെ തന്നെയാണ് ഈ സംതൃപ്തി ഒരുവന്റെ ഉള്ളിലേക്ക് കൈമാറ്റപ്പെടുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, വ്യക്തമായ ടീച്ചിങ്ങിലൂടെയും ഒരു വ്യക്തിയുടെ വ്യക്തമായ ഡിസിപ്ലിൻ ലൈഫിന്റെ ട്രെയിനിങ്ങിലൂടെ ആ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫ് തന്നെ മാറി മറിയുകയാണ്. സാഹചര്യങ്ങളാൽ ചാഞ്ഞു പോകാത്ത, സാഹചര്യങ്ങളാൽ ചരിഞ്ഞു പോകാത്ത, സാഹചര്യങ്ങൾ ഇടറിപ്പോകാത്ത, സന്ദർഭങ്ങളാൽ വശീകരിക്കപ്പെടാത്ത, ക്രിസ്തുയേശുവിനാൽ പൂർണ്ണമായി സ്വാധീനിക്കപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട സംതൃപ്തിയുള്ള ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു നിർവചനം തന്നെയാണത്. കർത്താദാസൻ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ദാരിദ്ര്യത്തിന്റെ ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം സമൃദ്ധിയുടെ ജീവിതമല്ല. പിന്നെന്താണ് ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതം സംതൃപ്തിയുടെ ജീവിതം. ആ മർമ്മം വെളിവാക്കാൻ അപ്പോസ്തലൻ ഈ ഭാഗം ഉപയോഗിക്കുന്നതോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തനിക്ക് ലഭിച്ച ഒരു സാമ്പത്തിക സഹായത്തിന് കേവലം നന്ദി എന്നൊരൊറ്റ വാക്കു പറഞ്ഞ് ലെറ്റർ കൺക്ലൂഡ് ചെയ്യേണ്ടിടത്ത് ആത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലൻ തൂലിക ചലിപ്പിക്കുമ്പോൾ ഫിലിപ്പിയൻ ചർച്ചിലേക്ക് ഒഴുകി ചെല്ലുന്ന ഈ സന്ദേശം, അതെ, IPC എടത്തുവ ടൗൺ ചർച്ചിലേക്കും അല്ലെങ്കിൽ രാത്രി വചനം കേൾക്കുന്ന നാളെ കേൾക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഒഴുകിയെത്താൻ കാര്യം സാമ്പത്തികമല്ല. ഇവരെ രണ്ടുപേരെയും കൂട്ടിയിണക്കിയത് ക്രിസ്തുയേശു ആകൊണ്ട് സാമ്പത്തികം പോലും ഒരു മുഖാന്തരമായി ഉപയോഗിച്ച് ആത്മീയ ദൂതുകളെ കൈമാറാൻ കഴിയും. ഇന്നെങ്ങനെ എല്ലാവരും ഇന്നെങ്ങനെ ആത്മീയ സന്ദേശം പോലും സാമ്പത്തികമാക്കി മാറ്റും. ബൈബിളിൽ ഏത് വാക്യം എടുത്താലും അതിനെ ഭൗതികവൽക്കരിക്കും. പക്ഷെ അപ്പോസ്തലനെ ശ്രദ്ധിച്ച് സാമ്പത്തിക സഹായത്തിന് നന്ദി പറഞ്ഞാലും അതിനൊത്തൊരു ആത്മീക ദൂത് അടങ്ങിയിട്ടുണ്ട്. എത്ര ശ്രേഷ്ഠം! ഈ ജീവിതമല്ലേ നാം നയിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഏത് വാക്യം എടുത്തിട്ടും അതിനെ എങ്ങനെ ബൈബിൾ എവിടെ പറഞ്ഞാലും തപ്പെന്ന് തന്നെ ചോദിച്ചാൽ ഇവിടെയാണ് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്റെ ഭാവിയെ കുറിച്ച്, എന്റെ പിള്ളേരെ കുറിച്ച്, എന്റെ വീടിനെ കുറിച്ച്, എന്റെ സമാധാനത്തെ കുറിച്ച്, എന്റെ സ്ഥിരതയെ കുറിച്ച്. അതാണ് തപ്പുന്ന മൊത്തം ഉൽപ്പത്തിയോട് വെളിപ്പാട് വരുന്നത്. പക്ഷെ അപ്പോസ്തലന്മാരെ ആരെയാ തപ്പിന്നറിയോ? ക്രിസ്തുവിനെ. ക്രിസ്തു മന്ദബുദ്ധികളെ വിളിച്ചിട്ട് എമ്മോസിലൊക്കെ പോയിട്ട് പറഞ്ഞെന്നാണെന്നറിയാമോ? സങ്കീർത്തനങ്ങളിലും മോശയുടെ പുസ്തകങ്ങൾ, ന്യായപ്രമാണ പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യപുത്രൻ കഷ്ടം അനുഭവിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടതാണെന്ന്? പ്രിയപ്പെട്ടവരെ, പുസ്തകം തുറക്കും മൊത്തം നമ്മളെ കുറിച്ച് തപ്പല്ലേ.
കർത്താവിന്റെ മർമ്മങ്ങൾ വെളിപ്പെടട്ടെ. നമ്മെ കുറിച്ച് അന്വേഷിക്കുന്നു, നമ്മെ സ്ഥിരപ്പെടുത്തുന്നു. ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്താൽ അതിന് എത്ര ബ്ലെസ്സിങ് നമുക്ക് തരണമെന്നും അതിന്റെ അളവ് പോലെ ഇരിക്കുന്ന കർത്താവിന്റെ കയ്യിലാ. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒരു ആയുസ് മുഴുവൻ മറിച്ച് തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പോലെ ഒരു വചന പെട്ടി തന്നെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് സൗകര്യാർത്ഥം വലിച്ചെടുക്കാനല്ല വേദപുസ്തകം, മറിച്ച് ദൈവത്തിന്റെ സൗകര്യാർത്ഥം നിന്റെയും എന്റെ ജീവിതം വിട്ടുകൊടുക്കാനുള്ളതാണ്. അവന്റെ കൈക്കിണങ്ങിയ ആയുധമായി നമ്മെ തീർക്കാനുള്ളതാണ് അവന്റെ വചനം. നമ്മുടെ കൈക്കിണങ്ങിയ ആയുധമായി ദൈവത്തെ തീർക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി അപ്പോസ്തലനോട് ചേർന്ന് നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ, എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് ജീവിത സാഹചര്യങ്ങളിലും എനിക്കൊരു സംതൃപ്തി എന്റെ ദൈവം തരുന്നുണ്ട്, അല്ലെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും ആഗ്രഹിക്കുന്നത് ആ കണ്ടന്റ്മെന്റ് ലൈഫാണ്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം വായിച്ചപ്പോ നമുക്ക് എന്ത് മനസ്സിലായി പ്രിയമുള്ളവരെ? ഏതൊരു ജീവിത സാഹചര്യത്തെയും നേരിടാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ വസിക്കുന്ന അപ്പോസ്തലന് കഴിയുന്നുണ്ടെങ്കിൽ ഇതിന് ഈ മൂലകൃതിയിൽ നിന്നൊക്കെ ഈ ഭാഗങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ മലയാള വിദ്വാൻമാർ ഇത് വായിച്ചപ്പോ അവർക്ക് എന്ത് പിടികിട്ടി? അവർക്ക് എന്താ മനസ്സിലായി? അതുപോലെ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. അവരാരും ക്രിസ്തീയ ഭക്തന്മാര് അല്ല, അവരുടെ പേരൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ചിലര് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിശ്വാസത്തിലേക്ക് വന്നെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ഇത് വായിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി. അവർക്ക് എന്താ മനസ്സിലായത്? ഈ പൗലോസ് ശ്ലീഹ ഒരു ഡോൺ കെയർ മെന്റാലിറ്റിയാ ആരോട് കാണിക്കുന്നത്? ക്രിസ്തീയ ഫൗണ്ടേഷനോടും ക്രിസ്തുവിനോടുമല്ല, ആൾക്കാരോടല്ല, സ്നേഹിക്കുന്നവരോടല്ല. നിങ്ങൾ എനിക്ക് തന്നാലെന്താ? അപ്പൊ തന്നതിനെ വില കുറച്ച് കാണിക്കും ഇവിടെ. നിങ്ങൾ തന്നില്ലേലും ദൈവം എന്നെ നടത്താൻ ശക്തനാ. അങ്ങനത്തെ അറഗന്റ് ക്യാരക്ടർ അല്ല. അങ്ങനെ ചിലർക്കുണ്ട്. നിങ്ങൾ തന്നില്ലേ പറഞ്ഞാൽ തരും. അങ്ങനെയല്ല. ഓരോരുത്തരെയും വാല്യൂ ചെയ്യാൻ ആ മനുഷ്യനറിയാം. ഓരോ ചെറുതും വലുതുമായ ഗിഫ്റ്റിനെ അത് തനിക്ക് കിട്ടുമ്പോ മാത്രമല്ല, ജെറുസലേം ചർച്ചിന് വേണ്ടിയുള്ള കളക്ഷൻ നടക്കുമ്പോഴും ഇതേ മനസ്സാ. എനിക്ക് കിട്ടുമ്പോൾ ഒരു ബിഗ് താങ്ക്സ്, അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സ്മോൾ താങ്ക്സ്. അങ്ങനല്ല, എല്ലാത്തിനെയും വാല്യൂ ചെയ്യുന്ന മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോ ഇങ്ങനെയുള്ള ക്യാരക്ടർ ആണല്ലോ കർത്താവെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനെയും വാല്യുബിൾ ആയി കാണുന്ന മനുഷ്യൻ ചില കാര്യങ്ങളെ മാത്രം അതെ ഡോൺ കെയർ ആയി കാണുന്നു. അത് കുറച്ചാഴ്ച മുമ്പ് ചിന്തിച്ചു. എന്താണ് താൻ ചവറായി കാണുന്നത്, വേസ്റ്റ് ആയി കാണുന്നത്, ഗാർബേജിലേക്ക് എറിയാൻ പറയുന്നത് എന്താണ്? ലോകം വലുതായി കാണുന്ന മാനത്തെയും മഹത്വത്തെയും പേരിനെയും പ്രശസ്തിയെയും ബെന്യാമിൻ ഗോത്രത്തെയും രാജഗോത്രമാണെന്ന് പറയുന്നതും യഹൂദ അതെ പദവികളെയും അല്ലെങ്കിൽ 8-ാം നാൾ പരിച്ഛേദനയേറ്റതിന് ആൾക്കാർ വാഴ്ത്തിപ്പാടുന്ന കുറെ ലൈഫിന്റെ കുറെ സ്റ്റാറ്റസുകളുണ്ട്. അതിനെ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന അപ്പോസ്തലനെ നമ്മൾ കണ്ടു. ഐ ഡോണ്ട് കെയർ എന്ന് മാത്രമല്ല, അതിനെ എവിടെ വരെ കൊണ്ടെത്തിച്ചു? അതിനെ വലിച്ചെറിയത്തക്ക. അത് നമ്മൾ ആരെയും ചവിട്ടുകൊറ്റിയിൽ ഒരു കാര്യം വലിച്ചെറിഞ്ഞ് പിന്നെ എടുക്കാറുണ്ടോ? പക്ഷെ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെയല്ല ഇപ്പം കണ്ടുവരുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ കണ്ടുവരുന്ന പുതിയ സൃഷ്ടിയായെന്ന് പറയുന്നുണ്ട്, പക്ഷെ പഴയതൊന്നും വിട്ടിട്ടില്ല. സമയാസമയങ്ങളിൽ പഴയ സ്റ്റാറ്റസ് മുങ്ങി വരും. അപ്പോസ്തലൻ പറഞ്ഞത് എനിക്കെന്താ മുങ്ങി വരാത്തറിയോ? ഞാനത് വീശോട്ടെ കളഞ്ഞു. അത് പോയി എടുക്കണം. ഞാൻ അത്ര അധമനായിരിക്കണം. ഞാൻ മുറുകെ പിടിച്ചിരുന്ന സകല മാനമഹത്വങ്ങളും ഞാൻ എന്റെ വീടിന്റെ ഒരു മുറിയിലേക്കോ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഹൃദയത്തിന്റെ കോണിലേക്കല്ല മാറ്റിയിരിക്കുന്നത്. ഈ വേണ്ടാത്ത ഉപയോഗമില്ലാത്ത പിച്ചു ചീന്തിയ വീടിനും വ്യക്തികൾക്ക് ഉപകരിക്കാത്ത സാധനം എടുത്ത് വേസ്റ്റില് ഇടുന്ന പോലെ, ഗാർബേജിലേക്ക് എറിയുന്ന പോലെ കഴിഞ്ഞ നാളിൽ ഞാൻ മുറുകെ പിടിച്ച സകല മാനമഹത്വങ്ങൾ എറിഞ്ഞു കളഞ്ഞു. പിന്നെ അപ്പോസ്തലൻ അങ്ങനെ എടുക്കാൻ പറ്റും? പക്ഷെ ആരെങ്കിലും എടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? അവരെറിഞ്ഞിട്ടില്ല, അവർ ഹൃദയത്തിന്റെ ഒരു മൂലയ്ക്ക് അത് വെച്ചിരിക്കുകയാണ്. സമയാസമയങ്ങളിൽ അവരത് എടുക്കും. അവർ പറയും നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ആരാണ് എന്നവർ എടുക്കും. അപ്പോസ്തലൻ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, താൻ ഓരോന്നിനെയും എവിടേക്ക് മാറ്റിവെച്ചത് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോസ്തലൻ പറയാം, ഇതുപോലെ തന്നെ അപ്പോസ്തലൻ ക്ലിയറായി വളരെ വ്യക്തമായി തെളിയിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഭക്തന് തന്റെ ജീവിത സാഹചര്യങ്ങളോട് എന്തും മനോഭാവം ഉണ്ടാകാൻ.
നാം അങ്ങ് വല്ലാതെ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയാണോ അതോ ദൈവസഭകളെയാണോ, ദൈവിക ശുശ്രൂഷകരെയാണോ, കർത്താവിന്റെ വേലയാണോ എന്ന് നാം ശോധന കഴിക്കണം. അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ കൺസേൺ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇനി എന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ എനിക്ക് തന്ന സഹായമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താണെന്നറിയോ, ഞാൻ ഇത് പറയുമ്പം നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പിന്നെ വേണ്ടിയിരുന്നൊരു മട്ടില് ഞാൻ നിങ്ങളോട് പറയുവാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. ഞാനിത് പറയുന്നത് എന്നു ചോദിച്ചാൽ എന്റെ ലൈഫിൽ ദൈവം പറ്റിയ ഒരു മാറ്റം എനിക്ക് നിങ്ങളോട് പറയണം. അല്ലാതെ എന്റെ ആവശ്യങ്ങളെ വീണ്ടും നിങ്ങളോട് പറഞ്ഞ് കുറച്ചും കൂടെ നിങ്ങളിന് സഹായം മേടിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ താഴ്ച ഉയർച്ചയെ കുറിച്ച് പറയുന്നത്. ഉയർച്ച പറയുന്നത് നിങ്ങളെക്കാൾ ഉയർന്നെന്ന് പറയാനോ, താഴ്ച പറയുന്നത് നിങ്ങൾ ഈ തന്നത് പോരാന്ന് പറയാനോ അല്ല. പിന്നെയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പുതിയ കാര്യം പഠിച്ചു. നയപ്രമാണത്തിന് കീഴ്പ്പെട്ടിരുന്നപ്പോൾ, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നപ്പോൾ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പുകഴ്ചയിൽ ജീവിച്ചപ്പോൾ, പരീക്ഷന്മാരിൽ പരീക്ഷനായിരുന്നപ്പോൾ ഇല്ലാത്തൊരു ക്യാരക്ടർ എനിക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ചു. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുക, ഈ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായെന്ന് പറയാൻ നമുക്ക് ഒന്ന് പറയാം, ഒന്ന് നോട്ടിഫൈ ചെയ്യാൻ പറ്റുമോ, ഒന്ന് എഴുതി വെക്കാൻ പറ്റുമോ, ഒന്ന് ഹൃദയത്തിന്റെ മാംസപ്പലയിൽ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്തൊക്കെ പുതിയ ക്യാരക്ടർ നമുക്ക് ലഭിച്ചു? അത് ഈ പുതിയ സൃഷ്ടി എന്നുള്ള അവകാശവാദം മാത്രമേ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പക്ഷെ പുതിയ സ്വഭാവങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എത്ര അധികം എഴുതാൻ പറ്റും? ക്രിസ്തുവിൽ നമ്മെ മാറ്റിമറിച്ച ആ പുതിയ സൃഷ്ടിയുടെ പുതിയ സ്വഭാവം അപ്പോസ്തലൻ വെളിപ്പെടുത്തിയ, പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, പണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, സമൃദ്ധി എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു, ദാരിദ്ര്യം എന്നെ ദുഃഖത്തിലേക്ക് നയിക്കുന്നു, വിശാലത എന്നെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു, ഞെരുക്കം എന്നെ മനസ്സ് ഞെരുക്കിക്കളയുന്നു. ഇപ്പോഴങ്ങനല്ല. സാഹചര്യങ്ങളുടെ ഞെരുക്കം എന്റെ മനസ്സിനെ ഞെരുക്കുന്നില്ല, സാഹചര്യങ്ങളുടെ വിശാലത എന്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഇല്ല, ഇത് അപ്പോസ്തലൻ അവരുടെ പങ്കുവെച്ചിട്ടാണ് അവിടെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ദൈവം എന്നെ പരിശീലിപ്പിച്ചിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പരിഭാഷ ഉണ്ടായത്. അതിന്റെ പരിഭാഷ എന്താന്ന് ചോദിച്ചാൽ, ഇവർക്ക് മനസ്സിലായി അപ്പോസ്തലൻ തന്റെ ജീവിത സാഹചര്യങ്ങളെ ഒട്ടും എന്താ പറയണ്ടേ ഗൗനിക്കാത്തൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സമൃദ്ധിയൊട്ട് തെറ്റായി ബാധിക്കുന്നില്ല, താഴ്ചയൊട്ട് ഈ മനുഷ്യനെ തളർത്തിക്കളയുന്നില്ല. അപ്പൊ അവരെന്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു? ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? ഏതൊരവസ്ഥയാണെങ്കിലും ഐ ഡോണ്ട് കെയർ. നമ്മളാണല്ലോ എന്റെ പൊന്നു കർത്താവേ, നമ്മളെ മൊത്തം കെയർ ചെയ്യുന്നത് ഈ അവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കുന്ന മൊത്തം ഇന്നത്തെ അവസ്ഥയാണ് നാളെ എന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. നമ്മൾ ഒരു വായിൽ പറയും കർത്താവിന്റെ കരത്തിലുമാണ് എന്റെ ഭാവി ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. Because he lives, I can face tomorrow. Because he lives, he holds my future. നമ്മൾ വൻപൻ കാര്യം വിളിച്ചു പറയും. പക്ഷെ അവസ്ഥകളെയാണ് നാം പലപ്പോഴും ഭാവിയുമായി കണക്ട് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ പ്രസ്താവനയും പാട്ടും എന്തുവാ? താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല, ഇനി ഭീതിയില്ല. അവൻ എന്റെ കരം പിടിച്ചിരിക്കാൻ നാളെ ഓർത്ത് ഞാൻ ആകുലപ്പെടുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ ഉള്ള അവസ്ഥയിലെ അലംഭാവം. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ സമൃദ്ധിയാണ്. എന്തൊരു അവരെ അനുഗ്രഹം. അപ്പൊ ഐ ഡോണ്ട് കെയർ. എന്ത് സമൃദ്ധി? ഈ സമൃദ്ധി ഒന്നും നിലനിൽക്കുന്നതല്ലേ, ഇതൊക്കെ വരുന്ന പോലെ പോകുന്ന ഇതൊന്നും ശ്വാസമല്ലെന്നേ. അപ്പം പറയും അയ്യോ ഭയങ്കര ദാരിദ്ര്യം. അപ്പൊ ഐ ഡോണ്ട് കെയർ. എന്ത് ദാരിദ്ര്യം? കർത്താവ് സമ്പന്നനാണെന്ന്, നടത്താൻ ശക്തനാണെന്ന്. അതായത് ബാലൻസിങ് ദ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളെ തത്തുല്യമായി കാണുന്നു. ഇത് കാരണം എന്താ? ഈ സാഹചര്യങ്ങളുടെ മേൽ പൂർണ്ണമായി ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് വാഴുന്നു, ജീവിക്കുന്നു.
പാടാൻ വേണ്ടിയുള്ളതല്ല. ബിക്കോസ് ഹി ലീവ്സ്. താൻ വാഴുകയാൽ ജീവിക്കാൻ വേണ്ടിയുള്ളതാ. അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഉള്ള അവസ്ഥ ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ചോദ്യം, ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ദൈവം നടത്തുന്ന ജീവിത സാഹചര്യങ്ങളെ ഞാൻ അത്ര അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത റിസൾട്ട് ആണ് ജീവിത സാഹചര്യങ്ങളെ ഓവറായി കെയർ ചെയ്യാത്ത, മൈൻഡ് ചെയ്യാത്തവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു വലിയ റിസൾട്ട് ആണ് കണ്ടന്റ്മെന്റ്, സംതൃപ്തി. എന്റെ സമയം അവസാനിച്ചു. കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പിന്നെ വളരെ അധിക സമയങ്ങൾ കർത്താവ് തരുമെന്ന് വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരു നഷ്ടവും വരത്തില്ല. ഇന്ന് രാത്രി കർത്താവ് വന്നാലും അല്ല അടുത്ത ആഴ്ച നിൽക്കാൻ ദൈവം എനിക്ക് ആയുസ് തന്നില്ലേലും ഇതൊന്നും ഇപ്പൊ നമ്മൾ ഭയക്കുന്നില്ല. കാരണം ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അന്നൊന്ന് നടത്തുന്ന കർത്താവിന്റെ കൃപയാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് നമ്മളായിവിടെ എല്ലാം അടുക്കും ചിട്ടയോടും ചെയ്ത് എന്ന് വെച്ചാൽ ഇതുകൂടെ തീർത്തിട്ട് അതുകൂടെ ചേർന്ന് എന്ന് വരെ കർത്താവ് നിർത്തുന്നു അന്ന് വരെ നിൽക്കും, എന്ന് വരെ കർത്താവ് നടത്തുന്നു അന്ന് വരെ നടക്കും. നമുക്ക് തന്നിരിക്കുന്ന ആയുസ് വിശ്വസ്തയോടെ ഓടാനുള്ള ഒരു തിടുക്കമാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഞാൻ എനിക്ക് ശേഷം പ്രളയം, ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ഞാനാണെന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല. മറിച്ച് ഇന്ന് നിർത്തിയതിനായി സ്തോത്രം, നാളെ നിർത്താൻ അവന് ഇഷ്ടമുണ്ടെന്ന് നിർത്തട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പ്രത്യാശ ദൈവവചന പഠനത്തിലൂടെ എനിക്ക് ലഭിച്ച പരിശീലനത്തിന്റെ ഒരു മർമ്മം ഞാൻ അപ്പോസ്തലനോട് ചേർന്ന് വിളിച്ചു പറയട്ടെ. നമുക്ക് ചേർന്ന് വിളിച്ചു പറയാം, പഠനങ്ങൾ ഞങ്ങളെ പരിശീലിപ്പിച്ചു, പരിശീലനം ഞങ്ങൾക്ക് ശക്തമായ ഫലങ്ങൾ ഉളവാക്കി. ആ ഫലത്തിലൊരു ഫലമാണ് അവസ്ഥകളെ താരതമ്യം ചെയ്തും അതിനെ കുറിച്ച് പരിണമിച്ചും ജീവിക്കാതെ ദൈവത്തെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും ദൈവത്തിന്റെ ജീവിത സാഹചര്യം കണ്ടെത്തുന്ന വലിയ സംതൃപ്തി. ആ സംതൃപ്തിയെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അതൊരു വലിയ വെൽത്താണെന്ന്. അത് നമ്മള് തുടർന്ന് ചിന്തിക്കും. കണ്ടന്റ്മെന്റ്, സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണെന്ന് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നു. ഗ്രേറ്റ് വെൽത്ത്. ആ വെൽത്താണ് നമുക്ക് വേണ്ടത്. രാത്രി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവ ചിന്തയ്ക്കായി നമുക്ക് തന്ന സമയത്തിനും സാഹചര്യങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ഏത് സമയവും എന്നെ എന്റെ കുടുംബത്തെ ഓർത്ത് ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ഒരാളാണോ, അതോ അതിനപ്പുറമായി കൺസേൺ ഉള്ള ഒരു കുടുംബമാണോ ഞങ്ങളുടേത്? ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെ ഒരു ചർച്ചാണോ ഞങ്ങൾ? മറ്റുള്ളവരെ കരുതുന്ന, കെയർ ചെയ്യുന്ന ഒരു കൺസേൺ ഉണ്ടോ നമുക്ക്? മാസിഡോണിയൻ ചർച്ചസ് വളരെ അത് പറയുന്നുണ്ട്. അവർ വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു, പക്ഷെ അവർ ഭയങ്കര ജനറസ് ആയിരുന്നു. ഔദാര്യം മനസ്സായിരുന്നു അവർക്ക്. അവസരങ്ങളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവർക്കുള്ളായിരുന്നു. മനസ്സത്ര വിശാലമായിരുന്നു. തീർന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ ലൈഫിൽ ഞാനൊരു നമ്മളെല്ലാം പുതിയ സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ ഒരു ന്യൂ ക്യാരക്ടർ ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ ന്യൂ ക്യാരക്ടർ ഇതാണ്. ഇപ്പോൾ എന്റെ ലൈഫിന് ഒരു പുതിയ ശീലം ഉണ്ടായി. ആ ശീലം എന്താണെന്നറിയണോ? ആ ഹാബിറ്റ് എന്താണെന്നറിയണോ? ആ ക്യാരക്ടർ എന്താണെന്നറിയണോ? പണ്ട് ഞാൻ സാഹചര്യങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്റെ സിറ്റുവേഷൻ, എന്റെ ചുറ്റുപാടുകൾ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പൈസ എന്റെ പേഴ്സിലുണ്ട്, ഞാൻ ഓക്കെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്റെ ഭാര്യ എന്നോട് പെരുമാറിയാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ പ്രതീക്ഷിച്ച ഭർത്താവിനോട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം എന്നോട് പെരുമാറുക, ദൈവം എന്നോട് പെരുമാറുക, ഞാൻ ഹാപ്പിയാണ്. ഇതായിരുന്നു എന്റെ പഴയ സ്വഭാവം. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണം എന്റെ പുതിയ സ്വഭാവം. എന്റെ പുതിയ സ്വഭാവം ചോദിച്ചാൽ ഇപ്പോൾ അതെ, ദൈവമാണ് ഈ സാഹചര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷം മാത്രമല്ല, സമാധാനം മാത്രമല്ല, സംതൃപ്തിയും കണ്ടെത്താൻ ഒരു ദിവസം കൊണ്ട് ഉടനടി പ്രാപിച്ചതല്ല, ദീർഘമായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ജീവിത പരിശീലനത്തിൽ നിന്ന് എനിക്കൊരു പുതിയ സ്വഭാവം ഉരുത്തിരിഞ്ഞു. അതാണ് കണ്ടന്റ്മെന്റ്, ക്രിസ്തുവിലുള്ള സംതൃപ്തി. നമുക്കത് ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഉരുത്തിരിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ ദാരിദ്ര്യത്തെ പഴിക്കുവാണോ? സമൃദ്ധിയിൽ അഹങ്കരിക്കുവാണോ? അതോ അവസരമില്ലാത്തതുകൊണ്ടല്ല ഞാനങ്ങ് മലമറിച്ചേനെന്ന് കപടമായി പറയുകയാണോ? അതോ സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും ഔദാര്യമുള്ള ഹൃദയവിശാലത നമുക്കുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശോധന കഴിക്കാം. പ്രിയപ്പെട്ടവരെ,
നാം ഗിഫ്റ്റ് കൊടുക്കുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. സുഗ്രാഹ്യമായ യാഗമെന്ന് അപ്പോസ്തലനെ വിശേഷിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ദൈവം നമ്മളൊരു വചനം കൂടെ കേൾപ്പിച്ചു. ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു, കായിനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കാതെ, തന്റെ ജീവിതം വിട്ടുകൊടുക്കാതെ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തതിന്റെ ഒരു യാഗത്തിലും ഒരു ഗിഫ്റ്റിലും ദൈവം പ്രസാദിക്കരുത്. നമ്മുടെ ജീവിതം നാം മുറുകെ പിടിച്ചിട്ട് നമ്മുടെ പോക്കറ്റിലുള്ളത് ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിക്കാവുന്ന കായിൻ വ്യർത്ഥമായി ഭോഗിച്ചു. അതിന്റെ അനന്തരഫലം നമ്മൾ കേട്ടെങ്കിൽ അങ്ങനെ ഒരു ആപത്ത്, അനർത്ഥം അല്ല, അങ്ങനെ ഒരു ജീവിത പരാജയം, ഒരു 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 ഡിസാസ്റ്ററായി നമ്മുടെ ലൈഫ് തീരാതിരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത് നമുക്കുള്ളത് അവന് യാഗമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതവും കൊടുത്ത് നമുക്ക് കൺസേൺ ഉള്ളവരായി, നമുക്ക് അതെ മറ്റുള്ളവരെ കുറിച്ച് വിചാരമുള്ളവരായി, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായി തീർന്നില്ല. ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരു പുതിയ സ്വഭാവം ഉരുത്തിരിയുന്ന, സംതൃപ്തി കണ്ടെത്തുന്ന ജയാളിയായ ക്രിസ്ത്യാനികളായി, ദൈവഭക്തരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ